ഇത് തയ്യത്തുമ്പൊക്കെ വീതി കൂടുതലാണ്, ലോക്ക് ചെയ്തിട്ടുമില്ല. അപ്പോൾ ഈ അളവിൻ്റെ ആകുമ്പോൾ 10:15 കേട്ടോ. ഇത് 11 ഇട്ടാ തയ്യത്തുമ്പ് വേണം കാലത്ത് കേട്ടോ. പറയാം. ഇത് 2 ഇഞ്ചാണ് ടെക്കിൻ്റെ അളവ്. ഇനി ഇതിലേക്ക് മാർക്ക് ചെയ്യാം. ഇത് ഈ അളവില്ലേ അവനെ, ഇത് ഇവിടെ നിന്ന് കിട്ടുന്നു. ഇത് ഇതിലേക്ക് ഇതിവിടെ ഇങ്ങനെ മാർക്ക് ചെയ്യാം. ഇതിൽ 3/4 ഇഞ്ച് ഗ്യാപ്പ് മതി. 3/4 ഇഞ്ച്. ഈ സെൻട്രലത്തെ ഇതുപോലെ 3/4 ഇഞ്ച് ഇട്ടാണ്. ഇവിടെ ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടില്ലേ, ഇവിടെ നിന്ന് പറയും. ഇവിടെ ഞാൻ മാർക്ക് ചെയ്ത് കണ്ടു. അതിലേക്ക് വരണം ഇത്, ഈ ഷേപ്പ്. മനസ്സിലായില്ല? ഇവിടുന്ന് ഇതേ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ അതിലേക്ക് മാർക്ക് ചെയ്യാം. മോനൊന്ന് റിവൈൻഡ് ചെയ്ത് നോക്കിയാൽ മതി ഞാൻ പറഞ്ഞത് എന്താണെന്ന്. മനസ്സിലായോ? ഞാൻ ഇതിങ്ങനെ നോക്കി ഞാൻ ഇങ്ങനെ പറഞ്ഞു തരാൻ നിന്നാൽ എൻ്റെ സമയം പോകും, മോൻ്റെ സമയം വെട്ടി തന്നാൽ ഇനി വേസ്റ്റ് പോകാതെ ഇവിടുന്നാണ് ഇതിൻ്റെ ഇതില് ആ ലൈൻ ഇട്ടത് എവിടെന്നായിരുന്നു? ആ ലൈൻ, ആ ചെറിയ ലൈൻ ഇട്ടാണ്. ഇതാ, ഇത് ഇവിടുന്ന് ഇങ്ങോട്ട് കയറ്റിയിടാ. അതെ, ഇവിടുന്ന് കിട്ടിയത് ആ ലൈൻ. ഇതിപ്പോ ഞാൻ ഇവിടുന്ന് ഇങ്ങോട്ട് കുറച്ച് വെച്ചു, ഫ്രണ്ടിലെ കട്ടിങ്. അത് നേരത്തെ ഞാൻ വെച്ചായിരുന്നു. അപ്പൊ നിങ്ങൾ അത് ചോദിച്ചില്ല, മനസ്സിലായില്ല. അതെന്താ ചോദിക്കാൻ ചോദിക്കാൻ അതെന്തോരം എടുത്തേ? 1 ഇഞ്ചോ 1.5? 1.25 ഇഞ്ച് മതി. അടിയിലേക്ക് കുറച്ച് ഇങ്ങനെ ടെക്കിൻ്റെ അവിടുന്ന് ഈ പോയിന്റ് കറക്റ്റാക്കി കിട്ടുക കേട്ടോ. ഇത് കണ്ട, ഇതാണ് ഇവിടുത്തെ സെൻട്രലത്തെ ടെക്കിൻ്റെ പോയിന്റ്. ഇത് ഇതിൻ്റെ ഇത് മാർക്ക് കറക്റ്റ് അളവ് കേട്ടോ. 3/4 ഇഞ്ച് നമ്മളിവിടെ കൂട്ടിയിട്ടുണ്ടായില്ലേ, 9.25 3/4 10.5 അല്ലേ പറഞ്ഞത്? കണ്ടോ? ഇവിടെയാണ് ഇതിൻ്റെ അളവ് വരുന്നത്. പത്തര കണ്ടില്ലേ? അപ്പോൾ ഇതെന്താണ് 10.5 ഈ 10.5 3/4 ഇഞ്ച് കൂട്ടിയിട്ടെന്ന് വിചാരിച്ചാൽ ഇവിടെ ഒരു 1/2 ഇഞ്ച് തോന്നി, ഇവിടെ ഒരു 1/4 ഇഞ്ച്. അതിനാണ് നമ്മൾ 3/4 ഇഞ്ച് കൂട്ടിയിട്ടത്. ഇത് തയ്ച്ച് വന്ന് ഇതും തയ്യത്തുമ്പും പോയി കഴിഞ്ഞാൽ ഇവിടെ 9.25 ഇഞ്ച് നമുക്ക് ഫ്രണ്ട് വേണം കറക്റ്റായിട്ട് കിട്ടും. കണ്ട ഈ അളവ് കിട്ടും. മനസ്സിലായില്ലേ? ഇത് നെക്കിൻ്റെ ഇവിടുത്തെ ഇതും പറഞ്ഞില്ലേ, 2.25 ആണ് നമുക്ക് വേണ്ടത്. തയ്യത്തുമ്പും കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതാണ് ഇത് കറക്റ്റ് 2.25 ഉള്ളൂ. ഒരു പോയിന്റ് കൂട്ടിയിട്ടുണ്ട്. മുകളിത്തിരി തയ്യത്തുമ്പ് വീതിയിൽ പിടിക്കുകയാണെങ്കിൽ ഓരോ പോയിന്റ് കൂട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് കറക്റ്റ് തയ്ച്ച് കഴിഞ്ഞാൽ വണ്ണം കറക്റ്റ് ആയിരിക്കും. വേറെ ഒന്നും ചെയ്യാനൊന്നും. ഇവിടുത്തെ അളവും ഈ ടെക്ക് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ടെക്ക് ഇപ്പോൾ ഇവിടെ ഇങ്ങനെയാണല്ലോ, നമ്മളിപ്പോൾ ഈ മാർക്ക് ചെയ്തലിക്കാണല്ലോ. 3 ടെക്ക് മതിയില്ല, 4 ടെക്ക് 1 അല്ല 3 ടെക്ക് 1 2 3. ഇവിടെ നിന്നൊന്നും ഇടേണ്ട കാര്യമൊന്നുമില്ല, അതൊക്കെ വെറുതെ ഇടുന്നതാണ്. അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഇപ്പോൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടുത്തെ തയ്യത്തുമ്പും കഴിഞ്ഞാൽ ഇവിടെ ഞാൻ കൂടുതലിട്ടുണ്ട്. മോൾക്ക് ആവശ്യത്തിന് ടെക്ക് കുറയ്ക്കുക അങ്ങനെയുള്ളത് വണ്ണമുള്ളവരനുസരിച്ച് ഇടാം കേട്ടോ. ഇത് നമുക്ക് ഇവിടെ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തയ്യത്തുമ്പും കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 8 ഇഞ്ച് മതി. കറക്റ്റ് അളവ് കിട്ടും. അപ്പോൾ ബാക്കും ഫ്രണ്ടും ആയില്ലേ. ഇനി കൈയാണ്. കൈ നമുക്ക് വരുന്നത് സ്ലീവ് 8 ഇഞ്ച് ഇറക്കമാണ്.
കിട്ടൂല. ഇത് നമുക്ക് കിട്ടില്ല കേട്ടോ. അങ്ങനെ ഒറ്റയ്ക്ക് വെച്ച് വെട്ടുമ്പോൾ കിട്ടില്ല. കയ്യെത്തുമ്പോൾ ഇത്രയും ഇത് കിട്ടും. ഓരോന്നായിരം ജോയിൻ്റ് ഒന്നും കൊടുക്കരുത്. വരച്ച് കുറേ കൂട്ടിയിട്ടുണ്ടല്ലോ. ഇങ്ങനെയൊന്ന് വരച്ചു വിട്ടായിരുന്നു കേട്ടോ. കയ്യിൻ്റെ അളവ് മടക്കി വെക്കാൻ അളവ് ഇങ്ങനെ വെച്ച് മാർക്ക് ചെയ്യുക. 8 ഇഞ്ച് ഇറക്കാം. 8.25 ഒരു പോയിന്റ് ഇടുക. ഈ മാർക്കിന് മടക്കാനുള്ള തന്നെ ഇതിൽ തന്നെ മടക്ക് വരാമോ കേട്ടോ. കൂടുതൽ മടക്കാൻ ഇതാപ്പോൾ ഇറക്കം കുറയും. അപ്പോൾ ഇത്ര മതിയോ അതോ ഇനി കൂട്ടണോ? അടിയിൽ മടക്കി അടിക്കാതെ അതേപോലെ ഉള്ളിലേക്ക് മടക്കി വെക്കണോ. അപ്പോൾ നമ്മൾ ലൈനിങ് കൂട്ടി അടിക്കണ്ടല്ലേ? ലൈനിങ് അടിച്ച് പറിക്കാനാണോ? ലൈനിങ് അടിച്ച് പറിക്കാനാണെങ്കിൽ ഇത് വെക്കാം. മടക്കി അടിക്കാം അല്ലേ? മടക്കിയിട്ട് തിന്നാനായിട്ട് അതെങ്ങനെ